മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ അടുത്ത കാലത്തായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാഷണത്തിന് പോകുമ്പോൾ അവിടെ ധാരാളം വ്യക്തികളിൽ നിന്ന് കേൾക്കാൻ സാധിച്ച ഒരു കാര്യം, അതാത് പ്രദേശത്തിലെ പഞ്ചായത്ത് അംഗങ്ങൾ, മുനിസിപ്പാലിറ്റി അംഗങ്ങൾ, അതുപോലെ പൊതുപ്രവർത്തകർ, പൊതുസ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ, ഇവരെല്ലാം ഒരു കാര്യത്തിൽ ഒരുമിച്ച് ചേരുന്നതായിട്ട് പലരും അറിയിച്ചു. മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തിലേക്കും എല്ലാം ഗവൺമെൻറ് കൊടുക്കുന്ന സാമ്പത്തികമായിട്ടുള്ള നന്മയ്ക്കുള്ള ഫണ്ടുകൾ പലപ്പോഴും ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ദളിതർ ഇവർക്ക് ലഭിക്കേണ്ടത് അറിഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിലെ അംഗങ്ങൾ ഒന്നുകിൽ ആ ഫണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരിക്കുക, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ചേർത്ത് ആ ഫണ്ട് പാവപ്പെട്ടവർ എന്ന് അഭിനയിക്കുന്ന മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ലഭിക്കത്തക്ക വിധത്തിൽ ഡൈവേർട്ട് ചെയ്യുക. മറ്റൊരർത്ഥത്തിൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം വരെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബൽ, ദളിതർ, ഹൈന്ദവ വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള പൈസ അതിനെക്കുറിച്ച് ഒരു വിവരവും അവരെ അറിയിക്കാതെ, നോട്ടീസുകളായിട്ടോ ഇൻഫർമേഷനുകളായിട്ടോ കൊടുക്കാതെ, അത് കോൺഫിഡൻഷ്യൽ രഹസ്യമായിട്ട് വെച്ച് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഫണ്ട് ഉപയോഗിക്കാനുള്ള അവസാന തീയതിയുടെ അടുത്ത് വരുമ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്ന് നോട്ടീസിലിടുക. അവരുടെ ആൾക്കാരെല്ലാവരും കൂടി മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പൊതുപ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് ആ ഫണ്ട് ഏതാണ്ട് പൂർണ്ണമായി മുസ്ലിങ്ങൾക്ക് ലഭിക്കാൻ പാകത്തിനുള്ള സംവിധാനം അകത്തും പുറത്തും ചെയ്യുക. അവരുടെ പള്ളികളിലും മഹല്ലുകളിലും അവരുടെ സംഘടനകളിലൂടെയും പഞ്ചായത്തിനകത്തും മുനിസിപ്പാലിറ്റിക്കകത്തുമുള്ള പ്രവർത്തകരിലൂടെയും മുസ്ലിങ്ങളുടെ ഗ്രൂപ്പുകൾക്ക്, ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ട പൈസ എത്തിക്കാൻ പാകത്തിനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള വർക്ക് ചെയ്യുക. ഇത് എല്ലായിടത്തും കേൾക്കാനുള്ള അവസരമുണ്ടായി. മൂവാറ്റുപുഴയിൽ ചെന്നപ്പോഴും, കോതമംഗലത്ത് ചെന്നപ്പോഴും, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ വളരെ വ്യാപകമായിട്ട് ചില പഞ്ചായത്തുകളിലൊന്നും ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു പൈസ പോലും അവർക്ക് എത്താത്ത വിധത്തിൽ സംഘടിത മുസ്ലിങ്ങൾ ഇവർക്ക് വേണ്ടി വരുന്ന, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ദളിതർക്ക് വേണ്ടി വരുന്ന പൈസ ഡൈവേർട്ട് ചെയ്ത് ഹിന്ദുക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഹിന്ദുക്കളായിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങളും മുനിസിപ്പാലിറ്റി അംഗങ്ങളും ഒന്നുകിൽ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു. അത് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗും ഒരുമിച്ച് ഭരിക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ള ഹിന്ദുക്കൾ ഒന്നും സംസാരിക്കില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും, ക്രിസ്ത്യാനികൾ എന്ത് ചെയ്താലും മതേതരത്വം എന്ന് വാഴിക്കുന്ന, ഉദ്ഘോഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാര് ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയില്ല. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കൂട്ടത്തിലുള്ളതും അവരെ ജയിപ്പിച്ചതുമെല്ലാം ഈ ദളിതരും ഈ കർഷക തൊഴിലാളികളും ഈ പാവപ്പെട്ട ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിലുള്ളവരാണെന്ന് പോലും ചിന്തിക്കാതെ അത്ഭുതകരമായ വിധത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലിരുന്ന ഹിന്ദുക്കൾക്ക് ലഭിക്കേണ്ടതായ ഫണ്ടുകൾ അത് മുഴുവനും മുസ്ലിങ്ങൾക്ക് ലഭിക്കാൻ പാകത്തിന്, ഒരു ഭാഗം ക്രിസ്ത്യാനിക്ക് ലഭിക്കാൻ പാകത്തിന് ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് വരികയും ഭൂരിപക്ഷത്തിലെ പഞ്ചായത്ത് അംഗങ്ങളും മുനിസിപ്പാലിറ്റി അംഗങ്ങളും അടുത്ത ഇലക്ഷന് വേണ്ടി ഈ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന ധാരണയിൽ ഒന്നും പറയാതെ മൗനമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ച
ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലത്ത് നടക്കുന്നതായിട്ടല്ല കണ്ടത്. വളരെ സംഘടിതമായിട്ട് എല്ലായിടത്തും നടക്കുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ നേരിട്ട് കേൾക്കുകയും അടുത്ത കാലത്ത് മാതൃഭൂമി പത്രത്തിൽ അത് വരികയും ചെയ്തിരുന്നു. ദളിതർക്ക് ലഭിക്കേണ്ട സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ മുഴുവനും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്ന വാർത്തയിലാണ് മാതൃഭൂമിയിൽ അത് വന്നത്. ഞാൻ ദളിതരോടും ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിലുള്ളവരോടും പറയുന്നു, നിങ്ങൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുകയും ചെയ്തു. കുറേയെല്ലാം അത് വിജയിക്കുകയും ചെയ്തു. നിങ്ങൾ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും എല്ലായിടത്തും അംബേദ്കറുടെ പടം വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇനിയും ഒരു ഇൻസൾട്ടേഷൻ വരാത്ത വിധത്തിൽ ഉയർന്ന ജാതിക്കാരുടെയോ മറ്റുള്ളവരുടെയോ അവഹേളനം ലഭിക്കാതിരിക്കാൻ പാകത്തിന് നിങ്ങൾ നല്ല രീതിയിൽ സംഘടിച്ചിട്ടുണ്ട്. പക്ഷെ ആ സംഘടനാ ശക്തി ആർക്കൊക്കെയോ എതിരെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഇല്ലാത്ത പലതും ഉണ്ട് എന്ന് ഇപ്പം ധരിച്ച് അതിനെതിരെ പോരാടാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എനിക്ക് ദളിതരായ SC/ST-കാരായ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിൽ ഒരു ഭാഗം മുസ്ലിങ്ങളുമായിട്ട് ചേരുന്നു എന്ന് തോന്നുന്നു. ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളും ദളിതരുടെ ഒരു ഭാഗവും കൂടി കൂടിയാൽ മുസ്ലിങ്ങൾക്കറിയാം 33% കൂടുതൽ അവർക്ക് അവരുടെ സംഖ്യ വരികയും അതുകൊണ്ട് ഒരു ഭൂരിപക്ഷത്തിൻ്റെ ലെവലിൽ വന്ന് അവർക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്ന ഒരവസ്ഥയിൽ അവരെത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് ഇന്റലിജൻസ് ബ്യൂറോ വരെ റിപ്പോർട്ട് ചെയ്തത് കലാകൗമുദി സർട്ടിഫിക്കറ്റ് സഹിതം ഡോക്യുമെന്റ് സഹിതം തെളിയിക്കേണ്ടായി. അപ്പം മുസ്ലിങ്ങളുടെ കാര്യം നേടാൻ, അവർക്ക് അവകാശമില്ലാത്തത് പോലും പിടിച്ചു പറ്റാൻ, അവർക്ക് അർഹതയില്ലാത്തത് പോലും ചോദിച്ചു വാങ്ങാനും വാദിച്ചു വാങ്ങാനും വേണ്ടി അവരെ SC/ST-യിലുള്ളവരെ അവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരിക. ന്യൂനപക്ഷ ദളിത സംഗമം എന്നൊക്കെ പറഞ്ഞ്, മുസ്ലിം ദളിത സംഗമം എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ പട്ടാപ്പകൽ പറ്റിക്കുക ചെയ്യുന്നത്. ഹിന്ദുക്കളായ ദളിതരോടും ഹിന്ദുക്കളായിട്ടുള്ള SC/ST ആൾക്കാരോടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ഹിന്ദു ധർമ്മത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണെന്ന് ഇന്ത്യ ഭരണഘടന പറയുന്നു. നിങ്ങളിൽ ചിലരെല്ലാം ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും പോകുമ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഓർമ്മിക്കണം. മാത്രമല്ല, നിങ്ങൾ നിൽക്കുന്നത് പണ്ഡിറ്റ് കറുപ്പൻ്റെ കാര്യത്തിലെടുത്താലും അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ കാര്യത്തിലെടുത്താലും അവരെ ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഇല്ല. പണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യത്തിലും അതുപോലെയായിരുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരുദേവന്റെ അനുയായികളായിട്ടുള്ള ഈഴവരും തീയരും ഒരുമിച്ച് സംഘടിച്ച് അതിശക്തരായപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെയും ഈഴവ സമുദായത്തെയും അംഗീകരിക്കാൻ എല്ലാവർക്കും ഇപ്പോൾ അഭിമാനമേ ഉള്ളൂ. എല്ലാവരും നാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുന്നു. എല്ലാവരും നന്മ നിറഞ്ഞ രീതിയിൽ ഗുരുദേവനെ അംഗീകരിക്കുന്ന ലെവലിലേക്ക് എത്തിയത് ഈഴവരും തീയരും സംഘടിതരായിട്ട് ശക്തരായിട്ട് അവർ ഗുരുദേവന്റെ കൃതികൾ പഠിക്കുകയും ഗുരുദേവന്റെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും SNDP അനവധി ഭാരതീയ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും എല്ലാം ചെയ്ത് ശക്തരാണെന്ന് വന്നപ്പോഴാണ് മറ്റുള്ളവർ അംഗീകരിച്ചത്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിലുള്ളവരും ദളിതർ എന്ന പേരിൽ അറിയപ്പെടുന്നവരും നിങ്ങളും ശക്തരായി എങ്ങനെയാണോ ശ്രീനാരായണ ഗുരുവിനെ ഈഴവരും തീയരും ആരാധനാപൂർവം സ്വീകരിച്ചത്, എങ്ങനെയാണോ ഇപ്പോൾ NSSകാർ ചട്ടമ്പി സ്വാമിയെ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്, അതുപോലെ ആചാര്യ തുല്യരായവരെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിങ്ങളുടെ അവകാശം മറ്റുള്ളവർ തട്ടിപ്പറിക്കാതിരിക്കാൻ ശ്രമിക്കണം. മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എന്തും ചെയ്യാം, ക്രിസ്ത്യാനികൾക്ക് എന്തും ചെയ്യാമെന്നല്ല. ഭാരതത്തിലെ SC/ST അതുപോലെ ദളിതർക്കും വേണ്ട റിസർവേഷനും സംവരണവും മറ്റും നൽകിയിരുന്നത് അവരെ സമൂഹത്തിൽ ഉയർത്താൻ വേണ്ടിയാണ്. പണ്ട് നടന്നതിനെതിരെ ആക്രോശിക്കാനും അല്ലെങ്കിൽ പ്രതികരിക്കാനും ഇപ്പം നിങ്ങൾ ഏതെങ്കിലും വിധത്തിലൊക്കെ തയ്യാറായാൽ അതിനൊരു പക്ഷേ നിങ്ങളെ ക്രിസ്ത്യാനികൾ, മതം മാറ്റാൻ നടക്കുന്ന ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളും നിങ്ങളെ സഹായിക്കാനുണ്ടാവും. അവരുടെ കാര്യം അവർ നേടിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർ കൈക്കലമായി വലിച്ചെറിയുകയും കൂടി ചെയ്യും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സംഘടിക്കേണ്ടത് നിങ്ങളുടെ ആചാര്യന്മാരുടെ നന്മകൾ പഠിക്കാനും പ്രചരിപ്പിക്കാനും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാനും
നിങ്ങളുടേതായിട്ടുള്ള അവകാശങ്ങൾ അഭിമാന പുരസ്സരം നേടിയെടുക്കാനും സന്തോഷകരമായി ജീവിക്കാനും നിങ്ങളെ ആരും ചൂഷണം ചെയ്യാത്ത വിധത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ കാര്യം നേടാൻ നിങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നാൽ മുസ്ലിങ്ങൾ അവരുടെ കാര്യം നേടി നിങ്ങളെ വലിച്ചെറിയും. നിങ്ങൾക്കറിയാം, വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിൽ നാടാര് സമൂഹം ഈ തെക്കൻ കേരളത്തിൽ ഒരുമിച്ച് വന്നു. ആ നാടാര് സമൂഹം ഒരുമിച്ച് വന്നപ്പോൾ അവര് പറഞ്ഞത്, നാടാര് മക്കൾ ഞങ്ങൾ ഒന്നാണ് എന്ന. ക്രിസ്ത്യൻ നാടാരും ഹിന്ദു നാടാരും ഒരുമിച്ച് ചേർന്നു. വലിയ ഒരു സമ്മേളനം തിരുവനന്തപുരത്ത്, തെക്കൻ തിരുവിതാംകൂറിൽ അവർ നടത്തി. നെയ്യാറ്റിൻകരയിൽ, ധനുവച്ചപുരത്ത്, ബാലരാമപുരത്ത് എല്ലാം നടത്തി. അതില് നാടാർമാരായ ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാരായ അച്ഛന്മാരും പങ്കെടുത്തിരുന്നു. ആ അച്ഛന്മാര് ഹിന്ദുക്കൾ അടങ്ങിയ നാടാർ സദസ്സുകളിലെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് ഉറക്കെ പറഞ്ഞത്, നമ്മൾ നാടാര് മക്കൾ ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ ഒരുമിച്ച് വരാം. എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യൻ നാടാർമാരാവണം. എല്ലാ ഹിന്ദു നാടാർമാരും ക്രിസ്ത്യൻ നാടാർമാരായാൽ നമുക്ക് ശക്തി വളരെ കൂടുതലുണ്ടാവും. അങ്ങനെ അച്ഛന്മാർ നിരന്തരം പറഞ്ഞ് കുറച്ച് അവശേഷിക്കുന്ന നാടാർമാരെ കൂടി ക്രിസ്ത്യൻ നാടാർമാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്കാണ് ഹിന്ദു നാടാർമാരും ക്രിസ്ത്യൻ നാടാർമാരും തമ്മിൽ അടിച്ചത്. ആലോചിച്ച് നോക്കുക. അവരുടെ കാര്യം നമ്മളുടെ തണലില്, നമ്മളുടെ വെളിച്ചത്തില് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കുന്നു, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യം നോക്കുന്നു. യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു സന്ദേശം കേൾക്കുന്ന SC ST ദളിത വിഭാഗ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഇപ്പോൾ പരമാവധി ചൂഷണം ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. പല മുസ്ലിം സംഘടനകളും ഈ കാവ്യുടുത്ത സന്യാസിമാരും അവരുടെ കൂട്ടത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ കാവ്യുടുത്ത സന്യാസി മുസ്ലിം തന്നെയാണ്. അയാൾ പകല് കാവ്യുടുത്ത സന്യാസിയും രാത്രി അയാൾ മുസ്ലിമുമായിട്ട് അയാളുടെ സോക്കോൾഡ് ആശ്രമം നടത്താൻ വേണ്ടിയിട്ട് PDPയും PDPPയും എല്ലാം ഇഷ്ടംമാതിരി പൈസ കൊടുക്കുന്നുണ്ട്. ഈ മുസ്ലിങ്ങൾ തീവ്രവാദ സംഘടനയായ മുസ്ലിങ്ങൾ തന്നെയാണ് തീവ്രവാദത്തിനെതിരെ സമരവും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീടിനെതിരെ പ്രക്ഷോഭവും നടത്തുന്നത്. തീവ്രവാദികളല്ല എന്നറിയിക്കാൻ എളുപ്പ വഴി കള്ളൻ തന്നെ സാധാരണക്കാരനെ അതാ കള്ളൻ പോകുന്നു എന്ന് വിളിച്ചു പറയുന്ന മാതിരിയുള്ള അവസ്ഥയാണ്. അവരിലാണ് നിങ്ങൾ ഭൂരിഭാഗവും ചെന്നപ്പെട്ടിരിക്കുന്നത്. ഹിന്ദുക്കളിലെ ഏതെങ്കിലും വിഭാഗത്തോടൊക്കെ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ശക്തരായിട്ട് അവനവന് അർഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ദിവസം നിങ്ങൾ മറ്റ് വിഭാഗങ്ങളുടെ ഒപ്പമാകും. നിങ്ങൾ നോക്കാം, നിങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്താലും നിങ്ങൾക്ക് തെമ്മാടിക്കുഴി മാതിരി തന്നെയുള്ള കുഴി തന്നെ കിട്ടുള്ളൂ. തിരുനെല്ലൂരും അതുപോലെ തിരുച്ചെന്തൂര്, മധുര, അങ്ങനെ തിരുനെൽവേലി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇന്നും പാവപ്പെട്ട ദളിതവര് ക്രിസ്തുമതത്തിലേക്ക് പോയാൽ വലിയ ക്രിസ്ത്യാനികളുടെ അടുത്തൊന്നും അവരെ കുഴിച്ചിടില്ല. അവർക്ക് തെമ്മാടിക്കുഴിയുടെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ പേരിൽ തന്നെ അടി നടക്കുന്നുണ്ട്. എന്നും ദളിതനായിരിക്കുന്നവനെ ദളിതനായി നിലനിർത്തിക്കൊണ്ട് ചൂഷണം ചെയ്യാൻ ആ ക്രിസ്ത്യൻ മിഷണറിമാർ ശ്രമിക്കുക, മുസ്ലിങ്ങൾ ശ്രമിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയുന്നത്, നിങ്ങൾ സംഘടിച്ച് ശക്തരായി സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ്റെയും അയ്യങ്കാളി പോലെയുള്ള ധീര ദേശാഭിമാനികളുടെ നേതൃത്വത്തിൽ ഒരു ആചാര്യനെ, മാതാ അമൃതാനന്ദമയ്യെ പോലെയുള്ള ഒരു ആചാര്യനെയും മുമ്പിൽ കണ്ടുകൊണ്ട് ധീവര സഭയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ചൈതന്യവത്തായ അമ്മ എല്ലാവരുടെയും ഗുരുവാണ്. ആ അമ്മയെപ്പോലെയും സാമൂഹ്യ പരിഷ്കർത്താവിനെയും പോലെയുള്ളവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ ഗംഭീരമായിട്ട് ഉയരാനും വളരാനും സാധിക്കണം. മുസ്ലിങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും മുനിസിപ്പാലിറ്റി അംഗങ്ങളും ന്യൂനപക്ഷങ്ങളും നിങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് അറിയാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.